ആലത്തൂർ തൃപ്പാളൂർ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശം കുംഭാഭിഷേകം ജൂൺ 21-ന്. ആഘോഷത്തിന്റെ ഭാഗമായി ജൂൺ 14 മുതൽ 24 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ചടങ്ങുകളും വൈവിധ്യമാർന്ന കലാപരിപാടികളുമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ശിവാലയ സ്തോത്രത്തിൽ പരാമർശിക്കുന്ന 108 ശിവാലയങ്ങളിൽ പ്രധാനവുമാണ് തൃപ്പാളൂർ മഹാശിവക്ഷേത്രം. शिवाय नमः शिवाय. പുണ്യനദിയായ ഗായത്രിപ്പുഴയ്ക്ക് തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന തൃപ്പാളൂർ മഹാശിവക്ഷേത്രം കാശിക്ക് സമാനമായാണ് കരുതപ്പെടുന്നത്. സ്വയം വ്യതിരിക്തമായ ലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. ത്രേതായുഗത്തിൽ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിതമായതാണ് ഐതിഹ്യം. ഇടതുവശത്തായി മഹാവിഷ്ണുവും നരസിംഹമൂർത്തിയും സ്ഥിതി ചെയ്യുന്നതിനാൽ ശൈവ വൈഷ്ണവ ശക്തി കേന്ദ്രവുമാണ്. ക്ഷേത്രത്തിലെ നവീകരണ കലശം ജൂൺ 14 മുതൽ 24 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷമാണ്. ക്ഷേത്രം തന്ത്രി പെരുവനം പടിഞ്ഞാറെടുത്ത് മനക്കൽ വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഞായറാഴ്ച ആചാര്യഭരണം, മുളിയിടൽ, ശുദ്ധിക്രിയകൾ എന്നിവയോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക. വൈകിട്ട് 6:30-ന് യുവ പ്രഭാഷകൻ വ്യാസൻ PM മണ്ണാർക്കാട് അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണവും ഉണ്ടാവുമെന്ന് നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് PV ഹരിദാസ് വാര്യർ പറഞ്ഞു. തൃപ്പാവളൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ നവീകരണ കലശം ഈ ജൂൺ 14 മുതൽ 24 വരെ ആരംഭിക്കുകയാണ്. 3 ശ്രീകോവിലുകൾ, ശിവനും വിഷ്ണുവും നരസിംഹമൂർത്തിയും, ശൈവ വൈഷ്ണവ സംഹാരമൂർത്തികളായിട്ടുള്ള 3 ശ്രീകോവിലും പഞ്ചപ്രാകാരങ്ങളും സപരിവാരങ്ങളും ഉള്ള ഒരു മഹൽ ക്ഷേത്രം. വളരെ കാലമായി കലശം നടക്കാത്തൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ സജ്ജനങ്ങളുടെ സഹകരണം കൊണ്ടും നാട്ടുകാരുടെ എല്ലാ സഹകരണം കൊണ്ടും അങ്ങനെ ഒരു പരിപാടി നടത്താൻ പോവാണ്. ഈ 14 മുതൽ 24 നടക്കുന്ന ഈ യജ്ഞത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും പൂർണ്ണമായും പങ്കെടുത്ത് സംരംഭം വിജയകരമാക്കി തരണമെന്ന് വിനീതപൂർവ്വം അപേക്ഷിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ചടങ്ങുകൾക്കൊപ്പം ഭജന, ഇടയ്ക്കവിസ്മയം, നൃത്തസമർപ്പണം, ഭക്തിഗാനാലാപനം, കഥകളി, നാട്യവിസ്മയം എന്നിവയുമുണ്ടാകുമെന്ന് സെക്രട്ടറി സതീഷ് പറഞ്ഞു. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ദീപാവലി വാവ്. തുലാമാസത്തിലെ ദീപാവലി വാവ് ഉത്സവത്തിന് ഈ പരിസരത്തും ദൂരത്തു നിന്നും മിക്ക ആൾക്കാരും ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടാവും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ പുതുക്കി പണിതിരിക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് നവീകരണ കലശം ഈ ജൂൺ 14 മുതൽ 24 വരെ നടക്കുകയാണ്. ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ പടിഞ്ഞാറേമന പെരുവനം വിഷ്ണു ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലശ ചടങ്ങുകളിലേക്ക് എല്ലാവരെയും ഒന്നുകൂടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് കലാസാംസ്കാരിക പരിപാടികളുണ്ട്. ആ പരിപാടികളിലും പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ജൂൺ 21-ന് രാവിലെ 9-നും 10-നും ഇടയ്ക്കാണ് ബ്രഹ്മകലശാഭിഷേകം നടക്കുക. കാലത്ത് പ്രസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, വലിയ പാണി, ജീവകലശം, അകത്തേക്ക് എഴുന്നള്ളിക്കൽ, ബിംബപ്രതിഷ്ഠ, കുംഭേശ കലശാഭിഷേകം, നിദ്രകലശാഭിഷേകം, ജീവകലശാഭിഷേകം, ഉച്ചപൂജ, നടയടയ്ക്കൽ, അന്നദാനം, മുളപൂജ, അത്താഴപൂജ എന്നീ ചടങ്ങുകളാണ് അന്നേ ദിവസം നടക്കുക. രാവിലെ 10 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പ്രശസ്തരായ മേളകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും. വൈകിട്ട് നൃത്താഞ്ജലിയും ഉണ്ടാവും. തുടർന്ന് ജൂൺ 24 വരെ പ്രത്യേക ചടങ്ങുകൾ നടക്കും. 24-ന് രാവിലെ പ്രശസ്ത വാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറും. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാവുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ജിതേഷ് പറഞ്ഞു. ശ്രീ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശം ഈ നാളെ മുതൽ 14 മുതൽ ആരംഭിക്കുകയാണ്. 24 വരെ നീണ്ടു നിൽക്കുന്ന താന്ത്രിക കർമ്മങ്ങളോടുകൂടിയാണ് ഈ പരിപാടി നടക്കുന്നത്. നവീകരണ കലശം നടത്തിയിട്ട് ഇവിടെ കുറേ വർഷങ്ങൾ മുമ്പ് നടത്തുകയാണ്. ഓരോ 12 വർഷം കൂടുമ്പോഴാണ് ശരിക്കും കുംഭാഭിഷേകം, നവീകരണ കലശം നടക്കുക. നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് വർഷമായി ഇപ്പോൾ നവീകരണ കലശം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഈ 14-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. 24 വരെ നീണ്ടു നിൽക്കുന്ന താന്ത്രിക പരിപാടികളാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ദേവസ്വത്തിൻ്റെ ഭാഗത്തുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ നിൽക്കാനുള്ള പന്തൽ, എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ ഇതിനെ സഹകരിക്കുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അന്നദാനമുണ്ട്, എല്ലാ ദിവസവും അന്നദാനമുണ്ട്. 21-ാം തീയതിയാണ് പ്രധാനപ്പെട്ട ഒരു അന്നദാനം ഉള്ളത്. അന്ന് പ്രതിഷ്ഠാ ദിവസമാണ് 21-ാം തീയതി. അന്ന് ഗംഭീരമായ അന്നദാനം ഇവിടെ നടക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.